നമ്മളിപ്പോൾ ഉള്ളത് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ മുമ്പിലാണ്. കഴിഞ്ഞൊരു സീരീസ് നമ്മൾ എൻഡ് ചെയ്തത് ഈ ഭാഗത്താണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടുന്ന് ഇനി ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടാണോ എന്താ അറിയില്ല, ഇപ്പോൾ ഇവിടുന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ സീരീസിൽ നമ്മൾ എവിടെയാണോ ഡ്രോൺ സ്റ്റോപ്പ് ചെയ്തത് ആ സെയിം സ്ഥലത്ത് നിന്ന് തന്നെയാണ് പുതിയൊരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഇതിൻ്റെ മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ തുടർന്നുള്ള ഭാഗമാണിത്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ വീഡിയോ കാണാവുന്നതാണ്. NH-66 ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2025 മെയ് 1 10,000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് അച്ചീവ് ചെയ്യാം. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പാഷനാണ്. ഞാൻ ജോലി ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ല. അതുകൊണ്ട് ചില സാധനത്തിൻ്റെ പേരുകളൊക്കെ പറയുമ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ അറിവിൽ കാണുകയാണെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നമ്മൾ നേരെ പോകുന്നത് കാക്കഞ്ചേരി ഭാഗത്തേക്കാണ്. ഇവിടെ ഇടതുഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വലതുഭാഗത്താണ് ടാറിങ് വരുന്നത്. ഇപ്പോൾ മണ്ണ് നിരപ്പാക്കുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ കറുത്ത പൊടി ഇടുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷമായിരിക്കും ടാറിങ്ങിൻ്റെ വർക്ക് നടക്കുക. ഇവിടെ നമുക്ക് കാണാം വലതുഭാഗത്ത് മണ്ണിട്ടതിന് ശേഷം ആ മണ്ണ് നിരപ്പാക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. നമ്മളെ ചാനലിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയുടെ വീഡിയോസാണ്. കാരണം ഞാൻ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ടാണ്. അടുത്തുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം കാണിക്കാമെന്ന് വെച്ച് ഈ വീഡിയോയിൽ നമ്മൾ നേരെ കാലിക്കറ്റ് ജില്ലയിലും കൂടെ പോകുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അറാപ്പുഴ പാലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു എൻഡ് ടു എൻഡ് വീഡിയോ അല്ല, നോർമൽ ഒരു പാലത്തിൻ്റെ വീഡിയോ മാത്രമായിരുന്നു. ഗൾഫിലുള്ള പ്രവാസികളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഈ വർക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇവിടെ നടക്കുന്ന വർക്ക് ഏകദേശം 50% മാത്രമാണ് നമുക്കൊക്കെ കാണാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള വീഡിയോയിൽ മാത്രമാണ് അതൊക്കെ കാണാൻ പറ്റുക. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇടത് ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ആ വാഹനത്തിലുള്ള ഒരാൾക്ക് ഇവിടെ സെൻട്രൽ ഭാഗത്ത് എന്ത് വർക്കാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു കാരണവശാലും അറിയാൻ പറ്റുകയില്ല. ഞാനിതൊക്കെ പറയാൻ കാരണം ഞാനിപ്പോൾ ഉള്ളത് UAE-ലാണ്. ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അനിയനാണ്. വെക്കേഷൻ കഴിഞ്ഞ് UAE തിരിച്ചെത്തിയപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു നീ റോഡ് പണിൻ്റെ വർക്കൊക്കെ ഒരുപാട് കണ്ടില്ലേ, ഞങ്ങൾക്കിതൊന്നും കാണാൻ പറ്റിയില്ല, ഞങ്ങൾ ഈ വീഡിയോയിൽ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ അവരോടും നിങ്ങളോടൊക്കെ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും അധികവും കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 1-2 എപ്പിസോഡിൽ വീഡിയോ കുറച്ച് സ്പീഡിലായിരുന്നു പോയിരുന്നത് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഡ്രോണ് നോർമൽ സ്പീഡിലാണ് പോകുന്നത്. എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ തൊട്ടടുത്താണ്. ഈ ഓവർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ഈ സർവീസ് റോഡിൻ്റെ അടിയിൽ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിന് പെർമനൻ്റ് ആയിട്ടുള്ള ക്രാഷ് ബാരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് ലെവലിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മണ്ണൊക്കെ എടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാറിങ്ങിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഓവർപാസിൻ്റെ തൊട്ടടിയിലാണ് ഇനി വർക്ക് പെൻഡിങ് ഉള്ളത്. ഇവിടെ വാഹനങ്ങളൊക്കെ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ഇടതുഭാഗത്ത് നിങ്ങൾക്ക് കാണാം വാഹനങ്ങൾ വരിയായിട്ട് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഹൈവേയിലൂടെ വാഹനങ്ങൾ പോകുമ്പോഴുള്ള അവസ്ഥയാണ് ഇത്. വാഹനങ്ങളൊക്കെ മെല്ലെ മെല്ലെയാണ് പോകുന്നത്. ഒരു വലിയൊരു വാഹനമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഓവർടേക്ക് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ പിന്നാലെ വരിയായിട്ട് ഇങ്ങനെ പോകണം. ഇപ്പോൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഈ റോഡൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചീറിപ്പാഞ്ഞ് പോകാമെന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോഴാണ്. ഓവർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ളൊരു ഡിവൈഡറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ട് ലെവലിൽ മണ്ണെടുക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിന് രണ്ട് ഭാഗത്തും അടിയിൽ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇടത് ഭാഗത്ത് മണ്ണെടുത്തിട്ട് അത് നിരപ്പാക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലതുഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് തുടങ്ങാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ ഇടതുഭാഗത്തു നിന്ന് ഒരുപാട് മണ്ണെടുക്കാനുണ്ട്. മണ്ണെടുത്ത ഭാഗത്തൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലതുഭാഗത്തുള്ള സർവീസ് റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ഉയരത്തിലാണ്. അതിൻ്റെ അടിയിലൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ളൊരു ക്രാഷ് ബാരിയറൊക്കെ രണ്ട് ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഹൈവേ പോകുന്നത് വളഞ്ഞ് തിരിഞ്ഞിട്ടാണ്. NH-66 പോകുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ്. ഇവിടുത്തെ വലതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്.
ഇടതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് നിലവിലുണ്ടായിരുന്ന സർവീസ് റോഡിലൂടെയാണ് ഇടതുഭാഗത്തൂടെ പോകുന്നത്. ഇവിടെയൊക്കെ ഉയർന്നും താഴ്ന്നുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ മണ്ണൊക്കെ നിരപ്പാകുന്ന വർക്കാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടുത്തെ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇടതുഭാഗത്ത് പ്രൊട്ടക്ഷൻ വാളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇടതുഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് മണ്ണ് നിരപ്പാക്കുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തെത്തുമ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ്. സെൻട്രൽ ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഹൈവേ പോകുന്നത് ഈ സെൻട്രൽ ഭാഗത്തൂടെയാണ്. വലത് ഭാഗത്ത് റോഡ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് ഉയർത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ പ്രൊട്ടക്ഷൻ വാളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇടത് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇടത് ഭാഗത്ത് വലിയൊരു വാൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മണ്ണിൻ്റെ ഇടത് ഭാഗത്തുള്ള സ്ഥലം കുറച്ച് ഉയരത്തിലാണ്. ആ ഭാഗത്തുള്ള മണ്ണ് റോഡിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ വാൾ അവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് തുള ക്ലിനിക്കൽ വെൽനസ് റിട്രീറ്റ് വരുന്നത്. ഇവിടുന്നൊക്കെ ഇനിയും ഒരുപാട് മണ്ണെടുക്കാനുണ്ട്. മണ്ണെടുത്തതിൻ്റെ ശേഷം അടിയിലൂടെയാണ് റോഡ് പോകുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു ഓവർപാസിൻ്റെ അടുത്തേക്കാണ്. ഓവർപാസിൻ്റെ അടുത്തുള്ള മണ്ണെടുക്കുന്ന വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും റോഡിൻ്റെ ഇടത് ഭാഗത്തുള്ള മണ്ണെടുക്കുന്ന വർക്ക് ഇനിയും പെൻഡിങ് ഉണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. ഗ്രൗണ്ട് ലെവലിൽ വലതുഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തെ സർവീസ് റോഡിൻ്റെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഓവർപാസിൻ്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ട് ലെവലിൽ മണ്ണെടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ രണ്ട് ഭാഗത്തും ഡ്രെയിനേജിൻ്റെ വർക്കും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിന് പെർമനൻറ്റ് ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഇടിമുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആറുവരിപ്പാത പോകുന്നത് അടിയിലൂടെയാണ്. സർവീസ് റോഡ് മുകളിലൂടെയാണ്. സർവീസ് റോഡിൻ്റെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടത് ഭാഗത്ത് പെർമനൻറ്റ് ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലത് ഭാഗത്ത് ഇനി പെർമനൻറ്റ് ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്കാണ് പെൻഡിങ് ഉള്ളത്. ഇവിടെ ആറുവരിപ്പാതയുടെ ഡിവൈഡറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. NH26 വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും നിർബന്ധമായും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്കാണ്. ഇതുവരെ കണ്ടതുപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ ഡിവൈഡറിൻ്റെ വർക്കും രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അപ്രോച്ച് റോഡിന് സ്ട്രീറ്റ് ലൈറ്റ് ഇൻസ്റ്റാളേഷൻ്റെ വർക്കും കംപ്ലീറ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റ പോസ്റ്റിൽ തന്നെയാണ് അപ്രോച്ച് റോഡിനും സർവീസ് റോഡിൻ്റെയും ലൈറ്റ് വരുന്നത്. അപ്രോച്ച് റോഡിൻ്റെ ലൈറ്റ് കുറച്ച് മുകൾ ഭാഗത്തും സർവീസ് റോഡിൻ്റെ ലൈറ്റ് കുറച്ച് അടിഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സർവീസ് റോഡിലേക്കുള്ള ലൈറ്റ് അങ്ങനെ അടിഭാഗത്തായിട്ട് കൊടുത്തുകൊണ്ട് ആ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ വെളിച്ചമുണ്ടാകും. നമ്മൾ നേരെ പോകുന്നത് ഒരു അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ്. ഇതാണ് ഇടിമുഴിക്കൽ അണ്ടർപാസ്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അണ്ടർപാസും അപ്രോച്ച് റോഡും കണക്ട് ചെയ്യുന്ന വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്തൊക്കെ മുകൾ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇൻസ്റ്റാളേഷൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ അണ്ടർപാസിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ഗണപതി ക്ഷേത്രം വരുന്നത്. വാഹനങ്ങളൊക്കെ പോകുന്നത് അടിയിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ്. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ NH26 അവസാന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതോടുകൂടി പുതുപൊന്നാനി മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള NH26 മലപ്പുറം ജില്ലയിലെ കംപ്ലീറ്റ് വീഡിയോ എൻഡ് ടു എൻഡായി എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള അപ്രോച്ച് റോഡും മുമ്പ് നമ്മൾ കണ്ട അതേപോലെ തന്നെയാണ്. വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കുറ്റിപ്പുറം ഭാഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണെടുത്തിട്ടാണ് ഇതിലൂടെ റോഡ് പോകുന്നത്. അതുകൊണ്ട് സർവീസ് റോഡിൻ്റെ അവിടെ കുറച്ച് വലിയൊരു ക്രാഷ് ബാരിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് ക്രാഷ് ബാരിയറിൽ വരാനുള്ളത്. ഇതൊക്കെ മലപ്പുറം ജില്ലയുടെ അവസാന ഭാഗമാണ്. ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. സാധാരണ ഞാൻ ചെയ്യാറുണ്ടായിരുന്ന വോയിസ് ഓവറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത്. ഇതിലും കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് സാധാരണ നിങ്ങളോടൊക്കെ എങ്ങനെയാണോ ഞാൻ നേരിട്ട് സംസാരിക്കുന്നത് ആ ഒരു രീതിയിലാണ് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാവരും പെട്ടെന്ന് എടുക്കുന്ന ഒന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ്. ഡ്രൈവിംഗ് ലൈസൻസ് ഒരുപാട് ആൾക്കാരടുത്ത് ഉണ്ടെങ്കിലും എങ്ങനെയാണ് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം
കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. നല്ല രീതിയിലുള്ള റോഡുകളൊക്കെ നമുക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി തരുന്നുണ്ട്. എന്നാൽ അതിലൂടെ നല്ല രീതിയിൽ ഡ്രൈവിംഗ് ചെയ്യൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കും കൂടിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാൻ പരിശീലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് രാമനാട്ടുകര ഭാഗത്തേക്കാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം.